വീരമണികണ്ഠൻ ഭൂലോകനാഥൻ ഭൂവി പ്രപഞ്ചൻ സത്തു സംഹാരമൂർത്തി കാശിരാമേശ്വര പാണ്ഡ്യ മലയാളം അടക്കി വാഴുമ്പോൾ ശിവസുമാനന്ദയ്യപ്പ സ്വാമിയേ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത്രയും കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അയ്യപ്പ കെട്ടാണെന്നല്ലേ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ മലയാണ് കയറാൻ പോകുന്നത്. അപ്പം നമുക്കിപ്പം നല്ല ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മലയൊന്നും കയറാൻ പറ്റത്തില്ല. ശബരിമലയിൽ പോകാനായിട്ട് ഒരു കന്നിമല ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ വീട്ടിൽ ഇതുപോലെ എരിശ്ശേരി കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കഞ്ഞിയെ പോലെയല്ല, ഈ ഒരു എരിശ്ശേരി കഞ്ഞി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സുഖമാണ് അത് കഴിക്കാനായിട്ട്. കൂടാതെ ആ ഒരു അയ്യപ്പ കഞ്ഞിയാണെങ്കിൽ ഇതുപോലെ ചൂടായിട്ട് കിട്ടുമ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞിലെ ഇതുപോലെ അയ്യപ്പനെ കാണാനുള്ള ഭാഗ്യമില്ലായിരുന്നു. കൊറോണ, വെള്ളപ്പൊക്കം, പിന്നെ സ്ത്രീ വിഷയം, സ്ത്രീകൾക്ക് ഇതുപോലെ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകണം, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയമൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്കും ഇതുപോലെ അയ്യപ്പനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ച് തുണിയൊക്കെ മേടിച്ച് ആ ഒരു ടൈമിൽ ഇരുന്നപ്പോഴാണ് ഇതുപോലെ പോകാൻ പറ്റാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അമ്മാമ്മമാരാണ് അവിടെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ കാര്യത്തിനൊക്കെ, തേങ്ങ ചിരകാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ അവർ നല്ലതുപോലെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് ഇതുപോലെ പാചകത്തിനായിട്ടൊക്കെ ഇറങ്ങിയത്. അപ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇതുപോലെ ശബരിമലയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പം ഈ ഒരു പാചകമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലോട്ട്. നല്ല വെയിറ്റും ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പം നല്ല 3 പേര് കൂടിയിട്ടാണ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ആദ്യം തന്നെ ഒരു മേശ ഇട്ട് അതിൽ ഇതുപോലെ പേപ്പറൊക്കെ വെച്ച് അയ്യപ്പൻ്റെ ഫോട്ടോ ഇട്ട് അതിൽ പൂവൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കഞ്ഞി അയ്യപ്പന് തന്നെ കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. കഞ്ഞിയിൽ ഉപ്പ് ഇടാതെയാണ് നമ്മൾ കൊടുത്തത്. അതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ഇടാറുള്ളൂ. അപ്പോൾ ഈ ഒരു അയ്യപ്പനെ കൊടുത്തതിന് ശേഷം കഞ്ഞി പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ അവരാണ് ആദ്യമായിട്ട് ഇതുപോലെ കഞ്ഞി കുടിക്കുന്നത്. സ്ത്രീ കുട്ടികളാണ് കന്നിമലയായിട്ട് പോകുന്നതെങ്കിൽ അവരെ മാളികപ്പുറം എന്നാണ് കേട്ടോ വിളിക്കുന്നത്. എൻ്റെ അനിയത്തി അപ്പോൾ മാളികപ്പുറം തന്നെയാണ്. ആദ്യം തന്നെ മണിക്കുട്ടിക്ക് വാങ്ങിയാണ് കഞ്ഞി കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ വാങ്ങുന്നുള്ളൂ. അടുത്ത എരിശ്ശേരി എടുക്കാൻ പോവുകയാണ്. അതും നമ്മൾ കുറച്ചെടുത്തു. അതിനുശേഷം മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ഒന്നുള്ള ഉപ്പിട്ടിട്ട് നല്ലതുപോലെയാണ് മിക്സ് ചെയ്ത് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല പ്ലാവിലേക്ക് ഇതുപോലെ വാട്ടി അത് വെച്ചിട്ടാണ് ഇതുപോലെ കഞ്ഞിയൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നത്. ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഫീലിങ്സാണ്. കുടിച്ചവർക്കറിയായിരിക്കും ആ ഒരു കഞ്ഞിയുടെ സ്വാദ്. പാചകം ചെയ്തവരെല്ലാവരും കഴിഞ്ഞു. അടുത്ത് നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കന്നി അയ്യപ്പന്മാരായിട്ടുള്ള കുട്ടികൾക്കാണ് ആദ്യമായിട്ട് ഇതുപോലെ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് സെറ്റാക്കുന്നത്. ആ കുട്ടി തന്നെയാണ് നെയ്ത്തേങ്ങ നിറച്ചത് കേട്ടോ. പിന്നെ അവർ കൊണ്ടുപോകുന്ന ആ ഒരു സഞ്ചിയിലൊക്കെ ഇതുപോലെ തേങ്ങയൊക്കെ ആക്കിയിട്ട് ഇതുപോലെ വേറൊരു സഞ്ചിക്കകത്ത് വെച്ച് ആണ് കൊണ്ടുപോകുന്നത്. നെയ്ത്തേങ്ങ, അരി, കദളിപ്പഴം, കരിമ്പ്, മലര്, ഭസ്മം, കുങ്കുമം, കാണിക്ക എന്നീ പൂജാ സാധനങ്ങളാണ് ഇരുമുടിക്കെട്ടിൽ വയ്ക്കുന്നത്. ഗണപതി ഭഗവാന് നാളികേരം ഉടച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് അവർ യാത്ര തിരിക്കുന്നത്.
ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ശരംകുത്തി എന്ന് പറയുന്നത്. അവിടെ കന്നി അയ്യപ്പന്മാർ ശരം വാങ്ങി ശരംകുത്തിയിൽ വാങ്ങിച്ച ശരം എടുത്ത് കുത്തിയിട്ടാണ് അവർ പോകുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മാളികപ്പുറത്ത് അമ്മ അയ്യപ്പനോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയുണ്ടായി. അപ്പോൾ സ്വാമി അയ്യപ്പൻ കൊടുത്ത മറുപടി ഇതായിരുന്നു. എന്താണെന്നാൽ ശരംകുത്തിയിൽ ശരം കാണാത്ത വർഷവും കന്നി അയ്യപ്പന്മാർ പോകാത്ത വർഷവും മാളികപ്പുറത്ത് അമ്മയെ ഭാര്യയായി സ്വീകരിക്കാമെന്നാണ് അയ്യപ്പൻ കൊടുത്ത വാക്ക്. എന്നാൽ കന്നി അയ്യപ്പന്മാർ പോകാത്ത ഒരു വർഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനലക്ഷം പേരാണ് ഇപ്പോഴും ശബരിമലയിൽ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് മണിക്കുട്ടിയാണ് കേട്ടോ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് അതുപോലെ ഇരുമുടി കെട്ടൊക്കെ സെറ്റാക്കി വയ്ക്കുന്നത്. അങ്ങനെ അവളാണെങ്കിൽ ഇത് ഇരുമുടി കെട്ടൊക്കെ നിറച്ചതിന് ശേഷം പോറ്റിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ അവർ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ഓരോരോ ബെഡ്ഷീറ്റിന് പുറത്തായിട്ട് ആ ഇരുമുടി കെട്ടുകളൊക്കെ ഇതുപോലെ വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്ഷേത്രത്തിൽ കൂടുതലും 15 കൂടുതൽ ഇരുമുടി കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഒരാഴ്ച വ്രതമൊക്കെ ആയിരുന്നു. അപ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. ഇരുമുടി കെട്ടൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മേടിച്ച് വെച്ചോളണം. അങ്ങനെ അമ്മ ആണെങ്കിൽ ആ ഒരു നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുവാണ്. അതിന് ശേഷം എൻ്റെ മാമനും ഇതുപോലെ തന്നെ നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാമനുള്ള നെയ്ത്തേങ്ങയൊക്കെ നിറച്ചതിന് ശേഷം അത് മാമൻ കൊണ്ടുവന്ന ബെഡ്ഷീറ്റിൻ്റെ പുറത്ത് ഇതുപോലെ വയ്ക്കുന്നുണ്ട്. നല്ല ഓർഡർ അനുസരിച്ചിട്ടാണ് ആ ഒരു നെയ്ത്തേങ്ങകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓർഡറായിട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിനാണ് കേട്ടോ. അങ്ങനെ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇതുപോലെ ഓരോരുത്തരായിട്ട് ഇതുപോലെ നെയ്ത്തേങ്ങ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. കോവിലിൽ വന്നത് മുതൽ പോകുന്നത് വരെ ഒരുപാട് ശബരിമലയിലുള്ള പാട്ടുകളാണ് നമ്മളുടെ അമ്പലത്തിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ഇരുമുടി കെട്ടുകളൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലുള്ള എല്ലാ പ്രതിഷ്ഠകളിലും പൂജയും നിവേദ്യവും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കോവിലിൽ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തിയുള്ളൊരു വാഴയുടെ ഇലയിൽ പഴവും പായസവും പഞ്ചാമൃതവും ആവും കടലയൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഒരു പ്രസാദമൊക്കെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പ്രസാദമൊക്കെ കഴിച്ചു. ഇനി അടുത്താണ് അവർ ശബരിമലയിലോട്ടുള്ള യാത്ര തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ഇരുമുടി കെട്ടുകളൊക്കെ റെഡിയാക്കി പോറ്റി വയ്ക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഓരോരോ അയ്യപ്പന്മാർ വന്നിട്ട് ഓരോരോ ഇരുമുടി കെട്ടുകൾ തലയിൽ ഏറ്റി വയ്ക്കുന്നതാണ്. അയ്യപ്പന്മാർക്ക് അവരവരുടെ അമ്മമാരാണ് കേട്ടോ ഇതുപോലെ ഇരുമുടി കെട്ടൊക്കെ തലയിൽ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇവരാണെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വളയം വന്ന ഗണപതി ഭഗവാന് നാളികേരം ഉടച്ചിട്ടാണ് പോകുന്നത്. വീരമണികണ്ഠൻ ഭൂലോകനാഥൻ ഭൂവി പ്രപഞ്ചൻ ശത്രുസംഹാരമൂർത്തി കാശി രാമേശ്വര പാണ്ഡ്യ മലയാളം മടക്കി വാഴും ശിവസുമാനന്ദയ്യപ്പ സ്വാമിയേ. അങ്ങനെ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് അവർ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ പമ്പയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പമ്പയിലെ വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ കുളിച്ചിട്ട് അവർ പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ പോകും. ഒരുപാട് പേര് ഈറനോട് മല ചവിട്ടുന്നവരും ഉണ്ട്. ആ ഒരു പമ്പയിലിറങ്ങി അവർ കുളിക്കുമ്പോഴത്തേക്കും ആ ഒരു പമ്പ നദിയിലുള്ള ആ ഒരു തണുപ്പും ശുദ്ധിയും ഒക്കെ അവരുടെ ദേഹത്ത് വരുമെന്നാണ്. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ബസ്സിനകത്ത് കയറാൻ പോവുകയാണ്. ഈ ഒരു ബസ് മുഴുവനും ജനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. സ്വാമിയപ്പ ശരണമപ്പ ഗുരുനാഥ അഴുദേവാസ കണമപ്പ അപ്പപ്രിയ രമണപ്രിയ ഗുരുനാഥ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടും നമുക്ക് നല്ല വിലപ്പെട്ടതാണ് കേട്ടോ. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.